ഹായ്, എല്ലാവർക്കും പ്രീതസ് ഫുഡ് കോർട്ടിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും കൊണ്ട് നല്ലൊരു ടേസ്റ്റിയായ ഒരു പായസമാണ്. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1 കപ്പ് ചെറുപയർ, ഏലക്കപ്പൊടി, 1 മുറി തേങ്ങ ചെറുതായി അരിഞ്ഞത്, നെയ്യ്, ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, 1.5 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും. ഇത്രയുമാണ് പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം ചെറുപയർ വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല. കുതിർത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പയർ 5 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പയർ ഇനി വേവിച്ചെടുക്കാം. പയർ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്നും കൂടി നല്ലോണം ഉടച്ചെടുക്കാം. ചെറുപയർ ഇതേപോലെ തന്നെ നന്നായി ഉടച്ചെടുക്കണം. അതാണ് പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പായസം വെക്കാനായിട്ട് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. പയറിട്ട ശേഷം ഉരുക്കി വെച്ച ശർക്കര പാനിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റോളം നന്നായി വരട്ടിയെടുക്കണം. നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കണം. ചെറുപയറും ശർക്കരപ്പാനിയും ഒഴിച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് കുറുകിയതിന് ശേഷം 1/4 പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2/2 പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 2/2 പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളച്ചിട്ടില്ല. നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുറുകി കിട്ടും. അപ്പോഴേക്കും 1/4 പാൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് 1/4 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 1/4 പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ച ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ട് നമുക്കിത് എടുക്കാം. പായസത്തിന് കശുവണ്ടി മുന്തിരി ഇടണമെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമാണ് ഇടുന്നത്. തേങ്ങാക്കൊത്ത് പായസത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാക്കൊത്തായിരിക്കും ഏറ്റവും നല്ലത്. തേങ്ങ വറുത്തെടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം.
പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പായസം കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. നിങ്ങളിതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.